എന്തുകൊണ്ടാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ALP കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവസരം കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേഡ് എക്സ്പാൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ 49 ട്രേഡുകളായിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 മാറി. മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു എക്സ്പാൻഷൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിലുള്ള ഒരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALPക്ക് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ALPയുടെ വീഡിയോസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രത്യേകത എന്താണ്? നിങ്ങളുടെ ഐസൈറ്റ് പക്കയായിരിക്കണം, നിങ്ങളുടെ കണ്ണിന് 6/6 വിഷൻ വേണം, കണ്ണട ഉപയോഗിക്കുന്നവർക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മെഡിക്കലി നിങ്ങൾ എല്ലാ ആസ്പെക്റ്റിലും ഫിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. നിങ്ങൾക്ക് ഫ്ലാറ്റ് ഫുട്ട് പറ്റില്ല, നോക്ക് നീ പറ്റില്ല, ഷുഗർ പറ്റില്ല, BP പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ. നേരെ മറിച്ച് ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുമ്പോൾ ALPയെ പോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകളും എന്നാൽ അങ്ങേയറ്റം റിലാക്സേഷനുള്ള, മെഡിക്കലി റിലാക്സ്ഡ് ആയിട്ടുള്ള C കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകൾ നമുക്ക് എവിടെ കാണാനായിട്ട് പറ്റും? ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാണാനായിട്ട് പറ്റും. കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 49 ITI ട്രേഡുകാർക്ക് 30ഓളം വരുന്ന പോസ്റ്റുകളിലേക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ റിലാക്സേഷനുള്ള ഒരുപാട് പോസ്റ്റുകൾ ITI ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് ഉണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ മോർ സ്റ്റുഡൻസ് മേ ബിക്കം എലിജിബിൾ, മച്ച് ബ്രോഡർ ITI എലിജിബിലിറ്റി. അതാണ് ഇതിലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ALPയേക്കാൾ കുറച്ചുകൂടെ സാധ്യത കൂടുതലാവാൻ കാരണം.